നമസ്കാരം. പാലക്കാട്ടെ ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഒരു നേതാവ്. നിയമസഭയിൽ ഭരണകൂടത്തിന്റെ വീഴ്ചകൾക്കെതിരെ ഇടിമുഴക്കം പോലെ ശബ്ദിക്കുന്ന പോരാളി. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിനെ രാഷ്ട്രീയമായി നേരിടാൻ കഴിയാത്തവർ ഇപ്പോൾ പുതിയ ആയുധങ്ങളുമായി വന്നിരിക്കുകയാണ്. NWMI കത്തയച്ചതും ആരോപണങ്ങൾ പുകയുന്നതും വെറുമൊരു യാദൃശ്ചികതയാണോ, അതോ രാഹുലിന്റെ വളർച്ചയിൽ വിരളി പൂണ്ട ചിലരുടെ മാസ്റ്റർ പ്ലാനോ? 2025 ഓഗസ്റ്റിൽ ആരോപണം വന്നതാണ്. എന്നിട്ട് എന്തായി? പാലക്കാട്ടെ ജനങ്ങൾ അത് വിശ്വസിച്ചു? ഇല്ല. കേരളം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെയാണ് രാഹുൽ ജയിച്ചത്. ജനകീയ കോടതിയിൽ നിരപരാധിത്വം തെളിയിച്ച വ്യക്തിയെ വീണ്ടും കുടുക്കുവാൻ നോക്കുന്നത് എന്തിനാണ്? ആരോപണം ഉന്നയിച്ചവർക്ക് പിന്നിലെ രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്താണ്? ഇപ്പോൾ കേൾക്കുന്നത് NWMI മല്ലികാർജുൻ ഖാർഗെയ്ക്ക് കത്തയച്ചുവെന്നാണ്. അന്വേഷണം വേണം, പാർട്ടി നടപടി വേണമെന്നൊക്കെയാണ് ആവശ്യം. എന്നാൽ എന്തുകൊണ്ടവർ രാഹുലിന്റെ ഭാഗം കേൾക്കുവാൻ തയ്യാറാകുന്നില്ല? ഒരു വ്യക്തിയെ കുറ്റവാളിയായി മുദ്രകുത്തുവാൻ കോടതിക്ക് മുൻപേ മാധ്യമ വിചാരണ നടത്തുന്നത് ശരിയാണോ? കോൺഗ്രസിനുള്ളിൽ തന്നെ രാഹുലിനെ പുകച്ചു പുറത്താക്കുവാൻ നോക്കുന്ന ഗ്രൂപ്പുകൾ ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പരാതിക്കാരിക്ക് നേരെ സൈബർ ആക്രമണം നടക്കുന്നുവെന്ന് പറയുമ്പോൾ മറുവശത്ത് രാഹുൽ എന്ന വ്യക്തിയുടെ സ്വഭാവ ഹത്യ നടക്കുന്നത് ആരും കാണുന്നില്ലേ? ഒരു വ്യാജ ആരോപണം കൊണ്ട് ഒരാളുടെ രാഷ്ട്രീയ ജീവിതം തകർക്കാമെന്ന് ആരും കരുതേണ്ട. തെളിവുകളില്ലാത്ത വെറും വാക്കുകൾക്ക് മുന്നിൽ തളർന്നവനല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നവർ ഒന്ന് ഓർക്കുക, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വികാരമാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത MLA ആണ്. അദ്ദേഹത്തെ നിയമസഭയിൽ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ എതിർക്കും തോറും രാഹുൽ കൂടുതൽ കരുത്തനാകും. സത്യം പുറത്തു വരുന്നതുവരെ ഈ പോരാട്ടം തുടരും. ചതിയുടെയും വഞ്ചനയുടെയും പത്മവ്യൂഹങ്ങൾ തകർത്ത് രാഹുൽ തിരിച്ചുവരും. ആരോപണങ്ങളുടെ പുകമറകൾ നീങ്ങുമ്പോൾ കേരളം കാണും ഇത് വെറും ഒരു വേട്ടയാടലായിരുന്നു എന്ന്. അതുവരെ രാഹുലിനൊപ്പം അണികളും പാലക്കാടൻ ജനതയും നിൽക്കും. നീതി വൈകിയേക്കാം, പക്ഷേ നിഷേധിക്കപ്പെടില്ല. ഒന്നിനു പുറകെ ഒന്നായി 3 കേസുകൾ. എന്തൊരു കൃത്യതയാണ് ഈ കേസുകൾക്ക്! ഒരു കേസിലെ ജാമ്യം കിട്ടുമ്പോൾ അടുത്ത കേസ് വരുന്നു. ജനുവരി 11 ഒരു ഹോട്ടലിൽ വെച്ച് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് നാം കണ്ടു. ഒരു MLA ക്രിമിനലിനെ പോലെ കൈകാര്യം ചെയ്തപ്പോൾ അവിടെ തോറ്റത് കേരള പോലീസാണ്. കാരണം കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയപ്പോൾ ആരോപണങ്ങളുടെ മുനയൊടിഞ്ഞു. 3ാം കേസിലും പത്തനംതിട്ട സെഷൻസ് കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു. സത്യം വെളിച്ചത്ത് വരുമെന്ന ഭയമാണോ ഈ തിരക്കിട്ട നീക്കങ്ങൾക്ക് പിന്നിൽ? പിന്നീട് വന്നൊരു വിവാദം രാഹുലിന്റെ ഫോൺ പാസ്വേഡിനെ ചൊല്ലിയാണ്. ഫെബ്രുവരി 26 രാഹുൽ കേരള ഹൈക്കോടതിയെ സമീപിച്ചത് തന്റെ സ്വകാര്യത സംരക്ഷിക്കുവാനാണ്. നിയമപരമായി തെളിവുകൾ ശേഖരിക്കുന്നതിന് പകരം വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ഒളിഞ്ഞു നോക്കി അദ്ദേഹത്തെ തകർക്കുവാനാണ് ശ്രമം. ഭരണകൂട ഭീകരതയുടെ ആധുനിക മുഖമാണിത്. കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ കൈവിട്ടു എന്ന് പറയുന്നവർ കാണുക, സഭയിൽ അദ്ദേഹത്തിന് പ്രത്യേക സീറ്റ് നൽകിയിട്ടുണ്ട്. കൂടെ നിൽക്കേണ്ടവർ പുറന്തള്ളുമ്പോഴും രാഹുൽ പതറുന്നില്ല. NWMI കത്തയച്ച് സമ്മർദ്ദം ചെലുത്തുമ്പോഴും ഒരു യുവ നേതാവിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന തിരക്കഥയാണിതെന്ന് അണികൾ തിരിച്ചറിയുകയാണ്. ആരോപണങ്ങൾ ഉന്നയിക്കുവാൻ എളുപ്പമാണ്, പക്ഷെ തെളിയിക്കുവാൻ പ്രയാസം. രാഷ്ട്രീയമായി നേരിടുവാൻ ശേഷിയില്ലാത്തവർ ഇത്തരം കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത് ഇതാദ്യമായല്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുടെ പോരാട്ടം തെരുവിലല്ല, അത് ജനങ്ങളുടെ ഹൃദയത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണങ്ങളിൽ കോൺഗ്രസ് സംഘടനാപരമായ ഉത്തരവാദിത്തം കാട്ടുകയും പോഷ് നിയമപ്രകാരം മുതിർന്ന വനിതാ നേതാക്കളെയും നിയമ അവകാശ വിദഗ്ധരെയും ഉൾപ്പെടുത്തി ആഭ്യന്തര സമിതി രൂപീകരിക്കുകയും സുതാര്യമായ അന്വേഷണം ഉറപ്പാക്കുകയും വേണമെന്ന് നെറ്റ്വർക്ക് ഓഫ് വിമൻ ഇൻ മീഡിയ ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സ്ത്രീകൾക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ വെച്ചുപൊറിപ്പിക്കില്ലെന്ന് പാർട്ടി പരസ്യമായി വ്യക്തമാക്കണമെന്നും പരാതിക്കാരെ ഭീഷണിപ്പെടുത്തുന്നതിൽ നിന്ന് തങ്ങളുടെ അനുഭാവികളെയും കർശനമായി വിലക്കണമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടു. 2025 ഓഗസ്റ്റിൽ ആരോപണങ്ങൾ പുറത്തുവന്നിട്ടും ഒന്നിലധികം പരാതിക്കാർ രംഗത്തെത്തിയതോടെയാണ് MLA സസ്പെൻഡ് ചെയ്യാനും പിന്നീട് പുറത്താക്കാനും പാർട്ടി നിർബന്ധിതമായത്. പരാതിക്കാരിൽ ഒരാൾ ഒരു മാധ്യമ പ്രവർത്തകയും NWMI അംഗവുമാണ്. പരാതിക്കാരിക്ക് നേരെ ആസൂത്രിതമായ പൊതു അധിക്ഷേപങ്ങളും സൈബർ ആക്രമണവും ഉണ്ടാകാറുണ്ടെന്നും കത്തിൽ പറയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തെ പ്രതിരോധിക്കുന്നവർക്കും പാർട്ടി വേദികളോ സോഷ്യൽ മീഡിയ പിന്തുണയോ നിയമപരമോ രാഷ്ട്രീയമോ ആയ സംരക്ഷണമോ നൽകുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്.